ഇപ്പോൾ കൊറോണ കാലമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററിൻ്റെ സഹായത്തോടുകൂടി ഒരു കൊറോണ വൈറസ് ട്രാക്കർ ആപ്പ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ ആപ്പിൻ്റെ പേര് ആരോഗ്യ സേതു ആപ്പ് എന്നാണ്. ഇത് എന്നാൽ എന്താണ്, ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ലളിതമായി കാണാം. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അതിൽ ആരോഗ്യ സേതു എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് NICയുടെ ആരോഗ്യ സേതു ആപ്പ് കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഈ ആപ്പ് ഒരു വളരെ ചെറിയ ആപ്പാണ്. ഏകദേശം 2.8 MB, അതായത് 3 MB താഴെ മാത്രം വരുന്ന ഒരു ചെറിയ ആപ്പാണ്. ഇത് വളരെയധികം സ്പീഡിൽ ഇൻസ്റ്റാളായി വരുന്നത് കാണാം. അതിനുശേഷം നമ്മൾ ഓപ്പൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഓപ്പൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്ക്രീൻ പോകും. അത് കഴിഞ്ഞ് നമ്മൾ 11 ഭാഷകൾ ഇവിടെ ഡിസ്പ്ലേ ആകുന്നതാണ്. ഇതിൽ നിന്ന് ഏത് ഭാഷ വേണേലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ മലയാള ഭാഷയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. മലയാളം ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത സ്ക്രീനിലേക്ക് പോകും. ഇവിടെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഈ ആപ്പ് ഓരോ സ്ക്രീനിലായിട്ട് തരുന്നതാണ്. നമ്മൾ ഓരോ സ്ക്രീനും വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം. അപ്പോൾ ഇതിൽ പറയുന്നതാണ്, ഈ ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ ഫോണിൽ GPS-ഉം ബ്ലൂടൂത്തും എനേബിൾ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള പല പല നിർദ്ദേശങ്ങളും നമുക്ക് തരുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ആളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. അയാൾക്ക് അസുഖമുണ്ടോ, അങ്ങനെയുള്ള പല ഡീറ്റെയിൽസും ചോദിക്കുന്നതാണ്. അതെല്ലാം നമുക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് സ്ക്രീനിൽ രജിസ്റ്റർ ചെയ്യുക എന്നൊരു ബട്ടൺ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ നിർദ്ദേശങ്ങൾ അത് പറയുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലൊക്കേഷൻ ഓൺ ചെയ്യണം, ബ്ലൂടൂത്ത് ഉണ്ടായിരിക്കണം, ഡാറ്റ പാക്ക് ഉണ്ടായിരിക്കണം. ഇത് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്രാക്കർ വർക്ക് ചെയ്യുകയുള്ളൂ. ഇത് ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഡിവൈസിൻ്റെ ലൊക്കേഷൻ അലൗ ചെയ്യാൻ പറയും. അത് അലൗ കൊടുക്കുക. പിന്നെ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യട്ടെ എന്ന് ചോദിക്കും. അതും അലൗ കൊടുക്കുക. അതിനുശേഷം നമ്മൾ യൂസറിൻ്റെ മൊബൈൽ നമ്പർ ചോദിക്കുന്നതാണ്. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഈ ആപ്പ് OTP വഴി യൂസറിൻ്റെ വെരിഫിക്കേഷൻ നടത്തും. അത് കഴിഞ്ഞ് യൂസറിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള പേജിലേക്കാണ് വരുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ആളുടെ പേര്, വയസ്സ്, കോവിഡ് ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാം എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻ കാണാം. ഇതൊരു മസ്റ്റായിട്ടും ചെയ്യേണ്ട സ്റ്റെപ്പല്ല. ഇത് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്ക്രീനിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളൊരു മെസ്സേജ് വരുന്നത് കാണാം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ GPS ലൊക്കേഷനും ബ്ലൂടൂത്തും ഓൾറെഡി നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഓരോ നിമിഷവും ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ GPS ലൊക്കേഷൻ ഈ ആപ്പ് പുറത്തേക്ക് സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ബ്ലൂടൂത്ത് ലൊക്കേഷൻ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൊക്കേഷൻ പേഷ്യൻസിൻ്റെ ലൊക്കേഷൻ അടങ്ങിയിട്ടുള്ള ICMRൻ്റെ ഡാറ്റാബേസുമായി എല്ലാ സമയവും ഒത്തുനോക്കിക്കൊണ്ടേയിരിക്കും. പേഷ്യൻസിൻ്റെ ലൊക്കേഷനുമായി നിങ്ങളുടെ ലൊക്കേഷന് സാമ്യമുണ്ടെന്ന് കണ്ടാൽ, അല്ലെങ്കിൽ അടുത്ത് ഇത്ര മീറ്ററിനുള്ളിൽ അടുത്താണെന്ന് കണ്ടാൽ, ഇത് നിങ്ങൾക്കൊരു വാർണിംഗ് ആയി ഈ ആപ്പിൽ കിട്ടും. ഇങ്ങനെയാണ് ഈ ആപ്പ് നിങ്ങളുടെ GPS ലൊക്കേഷൻ ഉപയോഗപ്പെടുത്തുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലൂടൂത്ത് ഡാറ്റയും ഈ ആപ്പ് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ പേഷ്യൻറ്റുമായി 6 അടി അകലത്തിനുള്ളിൽ വരികയാണെങ്കിൽ ഈ ആപ്പ് ബ്ലൂടൂത്ത് ഡാറ്റ വെച്ചാണ് നിങ്ങളും പേഷ്യൻറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് GPS-ഉം ബ്ലൂടൂത്തും ഉപയോഗിച്ച് ഈ ആപ്പ് നിങ്ങളും പേഷ്യൻറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് വെച്ച് ഈ ആപ്പിൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ വരുന്നതാണ്. ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് വളരെയധികം നന്ദി.